തവണ എന്റെ ദൈവമേ. ആ എന്റെ പൊന്നി. നമസ്കാരം, ഗ്രാമോർജസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് കാലമായിട്ട് വീഡിയോ ചെയ്തിട്ട്, കാരണം ഒരു രണ്ടാഴ്ചത്തോളം കണ്ടെയ്ൻമെൻറ് സോണായിട്ട് കിടന്നു. പിന്നെ നമ്മുടെ മുടങ്ങിപ്പോയ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഓണാക്കാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ അതാണ് വീഡിയോ ഒക്കെ ചെയ്യാൻ വൈകിയത്. ഇനി അങ്ങനെ ത്രൂ ഔട്ട് വീഡിയോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിന്ന് മൂന്നാർക്ക് പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് അവിടെ തൃശ്ശൂർ 5 മണിയാകുമ്പോഴേക്കും 5 മണിയാകുമ്പോഴേക്കും അവിടെ സെറ്റായി നിൽക്കുന്നുണ്ടാവും. ഞാൻ പാലയ്ക്കര ടോളിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ ഒരുമിച്ച് പോകും. അങ്ങനെ കുതിര അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഇവിടേക്കൊക്കെ വരുമ്പോഴുണ്ടല്ലോ ശരിക്കും നമുക്ക് ഭയങ്കര വിഷമമാകും. കാരണം ഇത്രയും കോടിക്കണക്കിന് രൂപ കൊടുത്തതിനിട്ട് റോഡും കാര്യങ്ങളൊക്കെ ടണലും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ ഇട്ടിട്ടും ഇത്രയും വർഷമായിട്ട് ഒന്നും എവിടെ എത്തിയിട്ടില്ല. ആക്ച്വലി ഈ റോഡെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കിയിരുന്നെങ്കിൽ അതെങ്കിലും ഒരു ഉപകാരമായിരുന്നു. അതുമില്ല. ആക്ച്വലി നമ്മുടെ നാട്ടിൽ മാത്രം എന്താവും ഇങ്ങനെ നടക്കുന്നത്. ബാക്കുകളിലൊക്കെ കണ്ടില്ലേ നല്ല നല്ല റോഡുകളും. ഒന്നുമില്ലെങ്കിൽ റോഡുകൾ അടിപൊളിയായിരിക്കും. അതവരെ സമ്മതിച്ചു കൊടുക്കും. പട്ടിക്കാട് കഴിഞ്ഞു. ഒരുവിധം കുഴികളൊക്കെ ഉള്ള റോഡൊക്കെ താണ്ടിയിട്ടാ. ഓക്കെ, ഇനി ഇല്ലയെന്നല്ല, ഇനി ഉണ്ട്, പക്ഷെ അത്ര വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ടാങ്ക് നമ്മൾ ഫുള്ളാക്കി കേട്ടോ. നമ്മുടെ തണ്ടർബേർഡിൻ്റെ ടാങ്ക് നമ്മൾ ഫുള്ളാക്കിയിട്ടുണ്ട്. പെട്രോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ വയർ നിറച്ചിട്ടുണ്ട്. ഇനി അവൻ കുഴപ്പമില്ലാതെ പൊക്കോളൂന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച വെള്ളിയായിരുന്നു, ഫ്രൈഡേ തോന്നുന്നു. ഫ്രൈഡേ പോയി കഴിഞ്ഞിട്ട് വണ്ടി സർവീസ് ചെയ്തു. മൊത്തം ഒരു 8000 രൂപയുടെ സർവീസ് ചെയ്തു കേട്ടോ. വണ്ടിയുടെ ബാറ്ററി മാറ്റി, അതുപോലെ തന്നെ വണ്ടിയുടെ കേബിൾസ് കാര്യങ്ങളെല്ലാം മാറ്റി. അധികം ഓടിയിട്ടില്ല, 25 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടു. എന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ മാറ്റി. കാരണം യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതല്ലേ എന്ന് വെച്ചിട്ട് മാറ്റി. ഒരു 10,000 രൂപ അവിടെ പോയി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഹൈവേയിലൊന്നും അങ്ങനെ തിരക്കിന് റഷൊന്നുമില്ല. ഈ വലിയ വണ്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതും 2-3 അങ്ങനെയൊക്കെ ഉള്ളൂ, അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. സമയം 4:30 സോ ഒരു നേരെ പാലിയക്കര വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനൊരു 60-70 സ്പീഡിൽ മാത്രമാണ് ക്രോസ് ചെയ്യുന്നത്. ഇതേപോലെ ഞാൻ അങ്ങനെ നമ്മുടെ ടോളിൻ്റെ അവിടെ എത്തി കേട്ടോ. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ തൃശ്ശൂരിന് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. പോസ്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. പോസ്റ്റൊന്നും ആവില്ല. കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ അവരെത്തും. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നല്ല തണുത്ത കാറ്റ്. പക്ഷേ വണ്ടികളൊക്കെ നിർത്തുന്ന കാരണം മറ്റേടത്തും. അപ്പോൾ നമ്മളവിടെ ടോളിന് പതുക്കെ നമ്മുടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ അവിടെ നിന്ന് നീങ്ങി. കുറച്ച് പേരും കൂടി വരാണ്ട്, തൃശ്ശൂരിന് ഇനി കുറച്ച് പേരും കൂടി വരാണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ലോക്ക്ഡൗൺ ഒരു യാത്രയ്ക്കല്ലേ, കാരണം എല്ലാവരും അതിൻ്റെ ഒരു ഹാപ്പിയിലൊക്കെയാണ്. പിന്നെ നമ്മൾ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് കേട്ടോ നമ്മൾ പോകുന്നത്. എല്ലാവരുടെയും പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സോ വലിയ കുഴപ്പമൊന്നുമില്ല തോന്നുന്നു. പിന്നെ എല്ലാവരും തൃശ്ശൂരത്തെ ആൾക്കാരാണ്. നമ്മൾ പാലയ്ക്കര ടോള് ഓപ്പണാണ് കേട്ടോ. കാരണം അവിടെ മൊത്തം കോവിഡ് രോഗികൾ കാര്യങ്ങളൊക്കെ കാരണം ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ട്. അത് കാരണം വലിയ റഷൊന്നും കണ്ടില്ല കേട്ടോ. കാരണം വണ്ടികൾ പെട്ടെന്ന് പോകുന്നുണ്ട്. ആക്ച്വലി അവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ പേടിയാണ്. കാരണം പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എന്താ വെച്ചാൽ നമ്മളിലൊക്കെ ചിലവർക്ക് ഇതൊക്കെ വന്ന് പോയിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. നമുക്ക് ചിലവരൊക്കെ ഈ സംഭവം വന്നിട്ടുണ്ടാവും, പക്ഷെ നമ്മളറിയാതെ തന്നെ അത് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഉള്ളിൽ തന്നെ ഉണ്ടാവുമെന്ന് അറിയില്ല, അതൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കുക, അതാണ് ഇതിൽ ഏറ്റവും നല്ല കാര്യം. നല്ല ഫുഡ് കഴിക്കുക, നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. കാരണം നമ്മൾ കാലത്തിൻ്റെ ഒപ്പം നീങ്ങിക്കൊണ്ടിരിക്കണം. അല്ലാതെ നമ്മൾ പേടിച്ചിട്ട് മാറി നിൽക്കുകയെന്ന് വെച്ചാൽ അത് പ്രശ്നമാണ്. നമ്മളത് തരണം ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുക, അല്ലാതെ പിന്മാറല്ല വേണ്ടത്. സോ ക്ലൈമറ്റൊക്കെ ഇന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട്. തണുപ്പ് കുറച്ചും കൂടി കൂടിയോ എന്ന് സംശയം. യാത്ര ചെയ്യണതിൻ്റെ ആയിരിക്കാം. പക്ഷേ ലൈറ്റൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പറയില്ല, ഇവിടുത്തെ ലൈറ്റ് ഓഫാക്കി. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ പോട്ടയുടെ ഭാഗത്ത് കേട്ടോ. പോട്ട
ഓക്കെ, ഇവിടെ നമുക്ക് 1-2 പേര് ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോവാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സൂര്യകിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കാൻ കാത്തു നിൽക്കുകയാണ് എന്നൊക്കെ വെച്ച് പറയാം, വിഷയം വെച്ച് പറയാം. എന്തായാലും വെളിച്ചൊക്കെ വന്നു തുടങ്ങി കേട്ടോ. നല്ല രസമുണ്ട്, മാനൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ചെറിയ ചുവപ്പും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പക്ഷേ അങ്ങനെ അത്ര വലിയ ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. വല്ലാത്തൊരു എന്താ പറയുക, ഒരു സന്തോഷം. കാരണം കുറേ നാളായി, എനിക്കൊരു വളരെ കുറേ നാളായി, ആക്ച്വലി ഒരു 1-2 മാസമായി ഉണ്ടാവും ഇതുപോലെ ഒരു യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്. പ്ലാൻ ചെയ്യും, പക്ഷേ ആ സമയത്തേക്ക് 144 അത് ഇത് അങ്ങനെയൊക്കെ വരും. പിന്നെ എന്തെങ്കിലും വർക്ക് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആകെ കുടുങ്ങും. ഒന്നും ചെയ്യാനില്ലാതെ ആകെ ഒരു വിഷമമായിരുന്നു. ഒരു ഇതേപോലെ യാത്രയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര കൊതിയായിരുന്നു. അപ്പോൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും ചെയ്യുകയാണ്. പക്ഷേ ഇതൊരു ഗ്രൂപ്പ് റൈഡാണ്. ഞാൻ കൂടുതലും ഒറ്റയ്ക്കാണ് പോകാറുള്ളത്. പക്ഷേ ഇതൊരു ഗ്രൂപ്പ് റൈഡാണ്. എല്ലാം നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. സോ അവരുടെ ഒപ്പമാണ് പോണത്. നല്ല അടിപൊളിയായിരിക്കും. അതാണ് ഇവരുടെ ഒപ്പം വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ ചെറുകുന്നെന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. ഇപ്പോഴൊരു മിസ്റ്റേക്ക് ഉണ്ട്, കണ്ടില്ലേ? റോഡിലൊക്കെ കണ്ടില്ലേ? അത് തണുത്ത കാറ്റും മിസ്റ്റും രസമല്ലേ പോകാൻ? ആഹാ, ഇത്രയും നീണ്ടൊരു ബ്ലോക്ക്. നമ്മുടെ റോഡിന് പണി നടക്കുന്നുണ്ട്, അതാണ് ഈ വണ്ടികളെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തത്. ഓക്കെ, ഞാനും വിചാരിച്ചു റെയിൽവേ ക്രോസ് ഒരു മണ്ണം കിട്ടുന്നില്ല, പിന്നെ എന്തിനാ ഇതിങ്ങനെ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യം? ഓ, ആ ടാറിൻ്റെ ചൂട്, ഈ തണുപ്പത്ത് ഇങ്ങനെ വന്ന സമയത്തേ ഈ ടാറിൻ്റെ ഒരു ചൂടുണ്ടല്ലോ, ആ ചൂട് അടിക്കുമ്പോൾ മനസ്സിലാവണത്. ഇവിടെ ഒരു പള്ളിയുണ്ട്. അടിപൊളി. മലകളും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി. മീൻസ് തൊട്ടടുത്ത് കാണാൻ തുടങ്ങിയെന്ന്, അല്ലാതെ നേരത്തെ കണ്ടില്ലേ എന്ന് ചോദിക്കും. അതല്ലേ പറഞ്ഞത്, തൊട്ടടുത്ത് കാണാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. കാറ്റ്, നല്ല തണുത്ത അന്തരീക്ഷം, ചുറ്റും മരങ്ങളുണ്ട്. അത് ഏതൊക്കെ മരങ്ങളാണെന്ന് പിടിയില്ല കേട്ടോ. നല്ല റോഡിൻ്റെ സ്ട്രക്ചർ നല്ല രസമുണ്ട് കാണാൻ. ശരിക്കും നമ്മളൊരു പത്തനംതിട്ട ഫീലില്ലേ? ഓ, പച്ചക്കാൻ പേടിപ്പിച്ചു. പത്തനംതിട്ട ഫീലില്ലേ? ഒരു പത്തനംതിട്ടയ്ക്ക് നമ്മൾ പത്തനംതിട്ട അങ്ങനെ കാട് കയറി പോണ സമയത്തുള്ളൊരു അതേപോലത്തെ ഒരു ഫീൽ.
വാഴത്തുള്ളി ഈ ഭാഗത്ത് കുറേ നഴ്സറികളുണ്ട് തോന്നുന്നു. ഇപ്പോൾ കുറേ കാണാൻ തുടങ്ങിയിട്ട് 4-5 തന്നെ ഇപ്പോൾ ഈ കയറ്റത്തിൽ തന്നെ സ്പോട്ട് ചെയ്തു. ഒരുപാട് സന്തോഷം കേട്ടോ. ആക്ച്വലി കുറേ നാൾ ഞാൻ പറഞ്ഞല്ലോ 2-3 മാസമായി വണ്ടി കൊണ്ട് ഒരു 100 കിലോമീറ്ററിന് മുകളിൽ തന്നെ ഒരൊറ്റ സ്ട്രെച്ചിലിരുന്ന് ഓടിക്കണത് തന്നെ എനിക്ക് തോന്നുന്നു 2-3 മാസത്തിൻ്റെ മുകളിലാണ്. ഇതിപ്പോൾ ഒറ്റ സ്ട്രെച്ച് എന്ന് പറയാൻ പറ്റില്ല, 2-3 സ്ഥലത്ത് നമ്മൾ ഇറങ്ങി. എന്നാലും മധുര മധുര ഇടുക്കി കൊള്ളാലോ. ഇതാണ് പ്രശ്നം, ഇവർക്ക് തന്നെ എവിടെ നിർത്തണം എന്നുള്ള ഇതില്ല. ഇത് പെരിയാർ നദി കേട്ടോ ഒന്ന് പോണത്, പെരിയാറാണത്. ഈ പാലത്തിൻ്റെ അത് കാണാൻ നല്ല ഭംഗിയല്ലേ. അങ്ങനെ നമ്മൾ അടിമാലി ഗ്രാമപഞ്ചായത്തിലേക്ക് കയറി കേട്ടോ. അടിമാലിയാണ്. അടിമാലി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എങ്ങനെയായിരിക്കും അതിൻ്റെ ഭൂപ്രകൃതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും നമുക്കറിയാലോ. എയർപിൻ ഇങ്ങനെ എടുക്കുമ്പോണ്ടല്ലോ അതിൻ്റെ ഒരു ഫീല് വേറെ. തണുപ്പ് തണുപ്പ്. ഇതൊക്കെയാണ് പ്രശ്നം. ഈ റോഡ് സൈഡിലൊക്കെ എന്തിനാണ് ഈ വണ്ടി നിർത്തുന്നത്? കുറച്ച് ഇറക്കി നിർത്തിക്കോളെ. ശരിക്കുള്ള കോടാ. ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല കോടയുണ്ട്. ഈ ഇടുക്കി ഭാഗത്തേക്ക് കയറുമ്പോൾ മെയിനായിട്ട് കാണുന്നത് ആ കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോഴേ ആ സൂര്യ വെളിച്ചം കാണുമ്പോൾ എന്തോ ഒരു സുഖം. അയ്യോ കാണുമോ, അടിപൊളി വെള്ളച്ചാട്ടം, ഒരു രക്ഷയില്ല. അപ്പോൾ ഇങ്ങനെ ചീപ്പാറ വാട്ടർഫോൾസ് കണ്ടു. അതാ നമ്മുടെ മച്ചന്മാരിയ്ക്കുന്നുണ്ട് ഇവിടെ, കുരങ്ങന്മാർ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പതുക്കെ വിടുകയാണ് കേട്ടോ. ഞാൻ കോട്ട് അല്ല മറ്റേ ജാക്കറ്റ് വീണ്ടും എടുത്തിട്ടു, കോട്ടൊന്നും ഈ സമയത്ത് മയിൽ വരുന്നു.